സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മംഗലാപുരത്ത് പഠിക്കാൻ വിട്ട പെൺകുട്ടി ഓണം വെക്കേഷന് വീട്ടിൽ പോകാതെ ആൺ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. അവിടെ ആത്മഹത്യ ചെയ്തതാണോ അല്ലാതെയാണോ, ഏതായാലും ആള് മരിച്ചു. മുസ്ലിം പെൺകുട്ടിയാണ്, ആയിഷ എന്ന പെൺകുട്ടിയാണ്. പെടുത്തിയത് മുസ്ലിം ചെറുപ്പക്കാരനും തന്നെ. അവൻ ജിമ്മിലെ ട്രെയിനറാണെന്നാണ് പറയുന്നത്. എന്തായാലും ശരി, ചാനലുകൾ ചർച്ചയാക്കുന്നില്ല. PC ജോർജിനെയും നടേശനെയും പിന്നെ ജയശങ്കറിനെയും ശ്രീജിത്ത് പണിക്കർ അങ്ങനെയുള്ള ശബ്ദ കോലാഹലം ഉണ്ടാക്കുന്ന ചാനൽ അവതാരകർ, ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാം വിശ്രമമാണിപ്പോൾ. കാരണം മുസ്ലിം പെൺകുട്ടിയാണ്, മുസ്ലിം ചെറുപ്പക്കാരനാണ് അതിന് കാരണക്കാരൻ, മരണത്തിന് കാരണക്കാരൻ. ആത്മഹത്യയാണ് എന്താണ്. ഏതായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. റമീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുസ്ലിമാണ്, ക്രിസ്ത്യാനിയായ പെൺകുട്ടിയാണ്. അവന് കാരണം അവൻ മതം മാറ്റാൻ നിർബന്ധിച്ചു എന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഭയങ്കര ചർച്ചയായിരുന്നു. അപ്പോൾ മനുഷ്യർ മരിച്ചാലും ശരി, അപകടത്തിൽപ്പെട്ടാലും ശരി, ആത്മഹത്യ ചെയ്താലും ശരി, ജാതീയമായി വേർതിരിക്കണം. ലോകത്ത് എവിടെയും ഇല്ലാത്ത ഒരു സംഭവമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത്രയും വൃത്തികെട്ട മനസ്സുള്ള മനുഷ്യര് ഈ കേരളത്തിൽ എല്ലാ ദുനിയാവിൽ എവിടെയും കാണാൻ കഴിയില്ല. അപ്പൊ ഇവ മുസ്ലിം ചെറുപ്പക്കാരനാണ്, മുസ്ലിം പെൺകുട്ടിയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല, ആർക്കും ചർച്ചയില്ല. ഇതുപോലെ തന്നെ ആയിരിക്കണം ഏത് ജാതി ആയാലും മതമായാലും, ഏത് മതത്തിൽപ്പെട്ടവനും ആയിരുന്നാലും ശരി. മതമനുസരിച്ച് ജീവിക്കുന്നവൻ അത് സത്യസന്ധമായി ദൈവത്തെ ഭയന്ന് ജീവിക്കും. അല്ലാത്തവൻ ഏത് തെമ്മാടിത്തരവും കാണിക്കും. മോഷണം നടത്തുന്നവനില്ലേ, കള്ളു കുടിക്കുന്നവനില്ലേ, വ്യഭിചരിക്കുന്നവനില്ലേ, ആളുകളെ കൊല ചെയ്യുന്നവനല്ലേ, അതായത് പൈസയ്ക്ക് വേണ്ടി, പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവനല്ലേ. അതിനൊന്നും ജാതിയും മതവും ഒന്നും വിഷയമാക്കരുത്. അത് അവരുടെ മനസ്സ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ശിക്ഷണം, അവരുടെ മാതാപിതാക്കളുടെ എങ്ങനെയാണ് അവർക്ക് ശിക്ഷണം കൊടുത്തത്, അങ്ങനെ അവരുടെ ചുറ്റുപാടുകൾ, അവരുടെ കുടുംബ ബന്ധം. അപ്പൊ ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ക്ഷുദ്ര ജീവികളെ, വിഷജന്തുക്കളെ എങ്ങനെ നേർവഴിയിലാക്കാം, അല്ലെങ്കിൽ എങ്ങനെ അവരെ ജയിലിലാക്കി അവിടെ പാർപ്പിക്കാം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ പൊതുസമൂഹത്തിൽ ഇങ്ങനെ കുറെ കുട്ടികൾ, കുറെ ചെറുപ്പക്കാർ ഉണ്ടാവുന്നു? അതാണ്. അല്ലാതെ ജാതി പറഞ്ഞ്, മതം പറഞ്ഞ് അവിടെ വിദ്വേഷം ഉണ്ടാക്കി, വെറുപ്പുണ്ടാക്കി, ശബ്ദകോലാഹലം ഉണ്ടാക്കി, നാടിന് വിഭാഗീയതയും വർഗീയ ചേരിതിരിവും ഉണ്ടാക്കലല്ല ഈ മാധ്യമങ്ങളിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നവന്മാരും ചെയ്യേണ്ടത്. എന്തായാലും ശരി, 21 വയസ്സുള്ള പെൺകുട്ടി മംഗലാപുരത്ത് പഠിക്കാൻ പോയി. വീട്ടുകാരറിയാതെ അവന്റെ ഫ്ലാറ്റിലെത്തി, കോഴിക്കോട്. എന്തായാലും മരിച്ചു. അപ്പോൾ നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും പെൺകുട്ടികളെ നിങ്ങൾ വിദ്യാഭ്യാസത്തിന് പുറത്തോട്ട് അയക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. കാരണം ഒരു +2 വരെയൊക്കെ നമ്മളെ വീട്ടിൽ മാതാപിതാക്കള് മക്കളെ വളരെയധികം ശ്രദ്ധയോടുകൂടിയൊക്കെ വീട്ടിൽ രാവിലെ പോവും, വൈകുന്നേരം എത്തും. അങ്ങനെയൊക്കെ ഉള്ള ചുറ്റുപാടിലാണല്ലോ നമ്മൾ പിള്ളേരെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ് അവർക്കൊരു കൂട്ടുണ്ട്, ഒരു ചോദ്യം ചെയ്യലുണ്ട്. എന്തുകൊണ്ട് താമസിച്ചു, എന്തുകൊണ്ട് നേരത്തെ എന്നെല്ലാമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും വീട്ടില്. അപ്പോൾ ഇവര് ഈ വീട് വിട്ട് പുറത്ത് സ്ഥലങ്ങളിലോട്ട് പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് അവരാരും നിയന്ത്രിക്കാനില്ല. അവര് ഫ്രീ ആണ്. അവരെ ഒരു ഫ്രീഡം, അതായത് സ്വതന്ത്രമായതാണ്. അപ്പൊ സ്വതന്ത്രമാകുമ്പോഴാണ് വഴി തെറ്റുന്നത്. ഒരു ദിവസം മതി, ഒറ്റ ദിവസം കൊണ്ട് വഴി തെറ്റാം. ഏതെങ്കിലും ചീത്ത കൂട്ടുകെട്ട് പെൺകുട്ടികൾ ആരെങ്കിലും, നിനക്ക് ഫോണില്ലേ, എന്തുകൊണ്ട് ഫോണില്ല, നിനക്ക് നല്ല ഐഫോൺ ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ട്രാപ്പിൽ കൊണ്ടുപോയി പെടുത്തി അങ്ങനെ അവർ വഴിതെറ്റും. അപ്പോൾ വഴിതെറ്റി അവസാനം ഇതൊക്കെ അവസാനിക്കുന്ന മരണത്തിൽ, ആത്മഹത്യയിലോ ആരെങ്കിലും കൊല ചെയ്യുകയോ അങ്ങനെയൊക്കെയാണ് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, പെൺമക്കളെ നിങ്ങൾ പുറത്തോട്ട് അയച്ച് പഠിപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അപമാനമല്ലേ. ഒരു പെൺകുട്ടി, അതായത് സ്വന്തം മകള് മാതാപിതാക്കളും വീട്ടിലെ കുടുംബക്കാരും അറിയാതെ മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട് വരുന്നു. ഒരാളത്തിനോട് താമസം യാതൊരു പരിചയമില്ലാത്തവരോട് അവൻ ഫോട്ടോ കാണിച്ചത്, മോർഫ് ചെയ്ത് കാണിച്ച്, എന്ത് തെണ്ടിത്തരം അവൻ കാണിച്ചാലും ആ പെണ്ണ് അവൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഒരു ന്യായീകരണവും ഇല്ല. മാതാപിതാക്കളെ ഞാൻ പറയുള്ളൂ, മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പെൺമക്കളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവും. അതുകൊണ്ട് മാതാപിതാക്കൾക്ക്
ഒരു പാഠമാണ്. നിങ്ങൾ മക്കളെ പടച്ചവനെ ഭയന്ന് ജീവിക്കാൻ പഠിപ്പിക്കണം. അതായത് അള്ളാഹു എന്താണ് പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഇസ്ലാമിന്റെ ചട്ടക്കൂടിനെ അനുസരിച്ച് ജീവിക്കാൻ മക്കളെ നമ്മൾ പ്രാപ്തരാക്കുന്നത് മാത്രമല്ല, അവർക്ക് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുകയും കൂടെ വേണം. അപ്പോ എന്തായാലും ശരി, ഇവിടെ ഇതൊരു പാഠമാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരുടെയും മണ്ടയിൽ കുറ്റം കൊണ്ടെന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതായത് ഹറാമായി മരിക്കും, നരകത്തിലേ പോവുള്ളൂ. മക്കൾ നരകത്തിൽ പോണോ സ്വർഗത്തിൽ പോണോ, അവര് നല്ല രീതിയിൽ ജീവിക്കണോ എന്ന് മാതാപിതാക്കൾ ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എന്തായാലും ശരി, കുറ്റവും തെറ്റും ശരിയും ഇതെല്ലാം പോലീസുണ്ട്, പട്ടാളമുണ്ട്, കോടതിയുണ്ട്. സോറി, എന്തായാലും അത് തീരുമാനിക്കപ്പെടും. എന്തായാലും നിങ്ങൾ പിന്മാറരുത്. ചെയ്ത, അതായത് ഈ തെമ്മാടിത്തരം ചെയ്തവന് ഏത് രീതിയിലാണ് പിന്നെ അവനെ പൂട്ടാനുള്ള പൂട്ടാൻ മാതാപിതാക്കൾ അവരുടെ ബന്ധുക്കളെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്. കഴിയുന്നത്ര പെൺകുട്ടികളെ പുറത്തയച്ച് പഠിപ്പിക്കുന്നതിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്ന, അതായത് ഇത് നിങ്ങൾക്ക് നന്മയെ വരെ ഉള്ളതുകൊണ്ട്. അതല്ലെങ്കിൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഏത് സ്ഥലത്താണ് പഠിക്കാൻ വിടുന്നത് അവിടെ പോയി താമസിക്കാൻ നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതും ഇതുകൊണ്ട്. ബാംഗ്ലൂരും മംഗലാപുരത്തും എന്തിനു പഠിപ്പിക്കാൻ വിടുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? ആ സൗകര്യങ്ങളെല്ലാം നമ്മളെ നാട്ടിൽ ആവശ്യം പോലെ ഉണ്ടല്ലോ. എന്തായാലും ശരി, മാതാപിതാക്കൾക്ക് ഉണ്ടായ സങ്കടവും ദുഃഖവും അവരുടെ വ്യവസായവും അപമാനവും ഒക്കെ എങ്ങനെ മാറ്റിയെടുക്കുമെന്ന് അള്ളാഹുവിനെ അറിയാവൂ. എന്തായാലും ശരി, നിങ്ങൾക്കെല്ലാം നന്മ വരട്ടെ. മക്കളെ നിങ്ങളെ നേർമാർഗത്തിൽ ആക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്നാണ് മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.